രാവിലെ നമ്മൾ ഫോൺ എടുത്താൽ ആദ്യം എന്താ നോക്കുക, വാട്സപ്പിൽ ആരെയും എന്തെങ്കിലും മെസ്സേജ് വിട്ടിക്കോന്ന്. ഇന്ന് രാവിലെ തന്നെ വാട്സപ്പ് എടുത്ത് തുറന്നു നോക്കുന്നേരം ഇങ്ങനെ ഒരു മെസ്സേജാണ് വരുന്നത്. പാടച്ചോനെ കുടുങ്ങി, എന്താ ഇത് സംഭവം, തീർത്ത് ഇംഗ്ലീഷിലാണല്ലോ. ഇതിപ്പോൾ എങ്ങനെയാണ് വായിക്കുക, ഇതിൻ്റെ വിവരം എങ്ങനെയാണ് അറിയുക? മേലെന്തോ എഴുതിക്ക് വാട്സപ്പ് ഈസ് അപ്ഡേറ്റിംഗ് ഇറ്റ്സ് ടേംസ് ആൻഡ് പ്രൈവസി പോളിസി എന്ന് എഴുതിക്ക്. പിന്നെ താഴെ നോട്ടിനാവുന്നുണ്ട്, എഗ്രി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറുതാക്കി എന്തല്ലോ എഴുതിക്ക് അപ്ഡേറ്റ്സ് നോക്കാം. ചിലവർക്ക് ഇത് തിരിയും, ഇംഗ്ലീഷൊക്കെ വായിക്കി അറിയുന്നവർക്ക് ഇത് എന്താണെന്ന് തിരിയും. ചിലവർക്ക് ഇതൊന്നും തിരിയല, പൊട്ടൻ സിനിമ പോലെ ഇങ്ങനെ നോക്കിക്കുള്ളൂ. കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിക്ക് വാട്സപ്പ് തുറന്നാൽ രാവിലെ തന്നെ ഇങ്ങനെ വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ എഗ്രി കൊടുത്തേരാന്ന് കിട്ടിയത് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ താഴെ നോട്ടിനാവുന്നുണ്ട്, എഗ്രി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതാന്ന് കൊടുത്ത് നോട്ടിനാവ് കൊടുത്തിക്കോ അല്ലെ എഗ്രി കൊടുത്തിക്കോ, കമൻറ്റ് ചെയ്യാം. സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് അവരെ പ്രൈവസി പോളിസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന്. ഇത് കൂടെ ചിലപ്പം ഫേസ്ബുക്കിലുള്ള പല ഫീച്ചറുകളും വാട്സപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് വാട്സപ്പ് അവരെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാക്കേണ്ട പരിപാടിയാണെന്ന് തോന്നുന്നത്. വ്യക്തമായിട്ട് നമുക്ക് അടുത്ത അപ്ഡേറ്റുകളിൽ അറിയാൻ പറ്റും. ഇത് രണ്ട് ഓപ്ഷൻ കാണുന്നില്ലേ, നോട്ട് നൗ എന്നുണ്ട്, എഗ്രി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് എഗ്രി ചെയ്യുക അല്ലെങ്കിൽ നോട്ട് നൗ കൊടുത്താൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടി ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാൻ അല്ലെങ്കിൽ ഇത് എഗ്രി ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സമയം വരെ തരാമെന്ന്. എത്ര വരെ? അടുത്ത ഇതിൽ കൊടുത്തേക്ക് ഫെബ്രുവരി 8 തീയതി വരെ. ഫെബ്രുവരി 8 വരെ നമുക്കിത് എഗ്രി ചെയ്യാനുള്ള സമയമുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വരിക ഈ നോട്ട് നൗ എഗ്രിന് പകരം എഗ്രി ഡിസെഗ്രി ആണ്. അതിൽ എഗ്രി കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് തുടർന്ന് വാട്സപ്പ് ഉപയോഗിക്കാനാവും. നിങ്ങൾ ഡിസെഗ്രിയാ കൊടുത്തതെന്നുണ്ടെങ്കിൽ വാട്സപ്പ് പിന്നെ ഉപയോഗിക്കാനാകില്ല. ഓല് ഞങ്ങൾ ഇന്നൊക്കെ പോളിസിയിൽ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഉൾപ്പെടുത്തുന്നതെന്നും പറഞ്ഞ് നോട്ടീസ് തരുന്നത് അത് നമ്മൾ അങ്ങ് അംഗീകരിച്ച് കൊടുക്കുന്നത്. അംഗീകരിച്ച് കൊടുത്താൽ നിങ്ങൾ ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതെന്ന്. ഇത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഇതിൽ കൂടെ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ഫേസ്ബുക്കിൻ്റെ ആണെന്നല്ല ഈ വാട്സപ്പൊക്കെ, ഇതിൽ കൂടെ ഒക്കെ അവർ ചെയ്യുന്ന അവരെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഡാറ്റകൾ അവർക്ക് എടുക്കാനുള്ള ഒരു എഗ്രിമെൻറ്റ് കൂടിയാണ് നമ്മളിവിടെ സൈൻ ചെയ്ത് കൊടുക്കുന്നത്, എഗ്രി ചെയ്ത് കൊടുക്കുന്നത്. എത്രത്തോളം അത് സെക്യൂറാണ് അല്ലാന്ന് നമുക്കിപ്പം പറയാനാകില്ല. ഏതായാലും ഈ എഗ്രി എന്നുള്ള ഈ മെസ്സേജ്, ഈ വാട്സപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഈ മെസ്സേജ് എല്ലാവർക്കും വരും. വന്നാൽ അടുത്ത മാസം 8 തീയതി ഫെബ്രുവരി 8 തീയതിക്കുള്ളിൽ നമ്മളത് എഗ്രി ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ 8 തീയതിക്ക് ശേഷം നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാനാകില്ല. അല്ലാണ്ട് ഇതിൽ പേടിക്കാനൊന്നുമില്ല. സംഭവം അവരെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. തൽക്കാലം നമുക്ക് എഗ്രി തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ നോട്ട് നൗ കൊടുത്തിട്ട് ലാസ്റ്റ് സമയത്ത് എഗ്രി കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ വാട്സപ്പിൽ വന്ന ഈ മെസ്സേജിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. അത് നമുക്കൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.